ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 13 എപ്പിസോഡാണ് ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബിഗ് ബോസ് ചെറിയൊരു ടാസ്ക് പ്രേക്ഷകർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇന്നലെ നേരത്തെയാണ് എണീപ്പിച്ച് വിട്ടിട്ടുള്ളത്. ബിഗ് ബോസ് ചെറിയൊരു അടി അനീഷും ബിന്നി സെബാസ്റ്റ്യനുമായിട്ട് ചെറിയതായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ചൂല് വെച്ചിട്ടായിരുന്നു ഈ ഒരു കിച്ചൺ അടിച്ചു വാരിയിട്ടുള്ളത്. ബിന്നി സെബാസ്റ്റ്യനാണെങ്കിൽ ഈ ചൂല് വെച്ചിട്ട് മറ്റേ ബാത്റൂം അടിക്കുന്നതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചൂലിനെ എടുത്തുകൊണ്ട് വെച്ചൂടെ എന്നാണ് ഈ ഒരു വ്യക്തി ചെറിയൊരു അടിയാണ് നടന്നിട്ടുള്ളത്. അനിമോൾ ആ കിച്ചൻ്റെ ആ ഒരു വഴി കൂടെ നടക്കുമ്പോൾ ജിഷയിൽ ഇപ്പോൾ ചപ്പാത്തി ആക്കാൻ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു തിരികൊളുത്തലാണ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് വലിയൊരു അടിവാക്കിലേക്ക് പോയിട്ടുള്ളത്. അടുത്ത ടാസ്ക്കാണ് വരുന്നത്. പണിപ്പുര ടാസ്ക്കാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ഭേദപ്പെട്ട ഒരു പണിപ്പുര ടാസ്ക്കാണ്. ഇവർ 2 പ്രാവശ്യം വിജയിക്കുന്നുണ്ട്. പണിപ്പുരയിൽ ആദ്യത്തെ ഒരു പോയിന്റുകളൊക്കെ നേടി, സെക്കൻഡും ഒരു പോയിന്റുകളൊക്കെ ഇവർ നേടുന്നുണ്ട്. ഇവർക്ക് സാധനങ്ങൾ ഇനി പണി ടാസ്ക് കൊടുത്തിട്ടുള്ള ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. ആര്യൻ ആൻഡ് ജിഷയിൽ ആൻഡ് അഭിലാഷ് 3 പേരും പവർ കോമ്പിനേഷനാണ്. ഇവർക്ക് 3 പേർക്കും ജിഷയിലും നമ്മുടെ അഭിലാഷുമാണ് ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ മുന്നോട്ടേക്ക് വോട്ടിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ആര്യൻ പിന്നെ 3 പേര് പറഞ്ഞിട്ടുള്ളൂ. അടുത്തതായിട്ട് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനിൽ നമ്മുടെ നെവിനാണെങ്കിൽ അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ല, കളിയാണ്, കുട്ടികൾ തമാശയാണ്, എല്ലാത്തിനും ആണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പേരും ഈ ഒരു നെവിൻ്റെ പേരാണ് പറയുന്നത്. പിന്നെ നമ്മുടെ രേണുസുധീൻ്റെ പേരും എടുത്ത് പറയുന്നുണ്ട്. കോൺഫിഡൻസ് ഇല്ലായ്മ, മറ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അടുത്തതായിട്ട് കലാഭവൻ സാരികയാണ് അടുത്തതായിട്ട് പറയുന്നത്. കൂടുതൽ പേര് ഈ ഒരു 3 പേരും ജയിൽ നോമിനേഷനിൽ അങ്ങനെ ജയിലിൽ കിടക്കാവുന്നത് നെവിനും ഈ ഒരു രേണുസുധിയും ഈ ഒരു കലാഭവൻ സാരികയുമാണ്. 3 പേരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവർക്ക് 3 പേർക്കും ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസ് അച്ചാറുണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് അച്ചാർ ഒരു ബൗളിൽ കറക്റ്റായിട്ട് നെല്ലിക്കയും മറ്റേ ഇതൊക്കെ കറക്റ്റായിട്ട് ഇട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അപ്പോൾ ഷാനവാസും ഈ ഒരു ജിഷയിലുമുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് തർക്കിക്കുന്നുണ്ട്. ജിഷയിലാണെങ്കിൽ എടുക്കാൻ പറ്റും, ഞാൻ ആ ക്രീം എടുത്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അനുമോൾ കട്ടത് കണ്ടു എന്ന് പറഞ്ഞാൽ ജിഷയിൽ അവിടെ നിന്ന് വാഗ്വാദങ്ങളായി. പിന്നെ ഈ ഒരു അനുമോളാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞ് കുറേ പേര് ജിഷയിലിൻ്റെ കൂടെയും കുറേ പേര് അനുമോളുടെ കൂടെയും നിൽക്കുന്നുണ്ട്. 2 പേരും തമ്മിൽ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഫിസിക്കൽ അലോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ജിഷയിലാണെങ്കിൽ അവിടെ നിന്ന് വാഗ്വാദങ്ങൾ ആയിരിക്കുകയാണ്. അനുമോളാണെങ്കിൽ തല്ലാൻ പോകുന്ന മാതിരി അത് കാണിച്ചു എന്നാണ് പറയുന്നത് ജിഷയിൽ. അവിടെ നിന്ന് പിന്നെ ആണുങ്ങളാണെങ്കിൽ ജിഷയിലിനെ തല്ലിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോളാണെങ്കിൽ അവിടെ നിന്ന് കരയാണ് ചെയ്യുന്നത്. ഈ ഒരു ഫിസിക്കൽ അലോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വ്യക്തി കരയുന്നത്. ഞാൻ നെഗറ്റീവ് റിവ്യൂ പുറത്തേക്ക് ഇറങ്ങിയ എനിക്ക് ഈ ജീവനോടെ ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാണിക്കുന്നതെന്ന് രേണുസുധിയും ഈ നെവിനും ഈ കലാഭവൻ സാരികയും ജയിൽ നോമിനേഷനിൽ ഉള്ളിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. കലാഭവൻ സാരികയാണെങ്കിൽ പുറത്ത് നിൽക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഗെയിം കൊടുക്കുന്നുണ്ട്. അതിൽ ഈ രേണുസുധി ആണെങ്കിൽ വിജയിക്കുന്നുണ്ട്. ഫ്ലവർ അല്ലടാ ഫയറാണ് എന്ന് ഒരു മാസ് ഡയലോഗും അടിക്കുന്നുണ്ട് രേണുസുധി. അതൊരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു മാസ് ഡയലോഗ് അടിച്ചത്. പിന്നെ രേണുസുധി ആണെങ്കിൽ വീഴുന്നതും കാണിക്കുന്നുണ്ട്. ഉപ്പും മറ്റേ മുളക് പൊടിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ പിന്നെ ആ ഒരു ടാസ്ക് വിജയിച്ച് പോയി. ജിഷയിലും നമ്മുടെ അനുമോളും തമ്മിലുള്ള ഒരു വാക്ക് തർക്കമാണ് കൂടുതലും ഈ ഒരു കണ്ടൻറ്റിൽ കൂടുതലും വന്നിട്ടുള്ളത്. അത് നമ്മൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കിട്ടട്ടെ. ബൈ ബൈ ഗൈസ്.